Watch full episodes on Jio Hotstar. കുറെ നാളുകൾക്ക് ശേഷം ശിവയുടെ ഗ്രാമമായ വീനസ് സിറ്റിയിലേക്ക് നമ്മൾ പോകുന്നതല്ലേ? മുത്തശ്ശി ഇത്തവണ അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അറിയോ? എനിക്ക് ഇപ്പോഴേ വിശക്കാൻ തുടങ്ങി. ഒന്ന് പതുക്കെ കഴിക്കൂടി. നമ്മള് വീനസ് സിറ്റിയിൽ എത്തിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അത് വരയ്ക്കും ഞാന് എന്റെ ഗ്രാമത്തിലെ ചില സംഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാം, കേട്ടല്ലോ? ഈ ഹെലികോപ്റ്റർ വഴി ആരാണ് ട്രെയിനിലേക്ക് ഇറങ്ങുന്നത്? എന്തൊരു കുഴപ്പമുണ്ട്. ആദ്യം യുഡി രവയൊക്കെ റിലാക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനൊന്ന് പോയി നോക്കാം. വെറുതെ അവരോട് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഈ ഗോൾഡിയെ ഗോൾഡിൽ നിന്നും ഗോൾഡിയെയും ആർക്കും വേർപിരിക്കാനാവില്ല. നിങ്ങൾ രണ്ട് ഗാർഡ് ഒരുമിച്ച് വന്നതുകൊണ്ട് എന്തിനാ വെറുതെ വഴക്ക്? ഇന്നാ ഇത് പിടിച്ചോ. ഹെലികോപ്റ്റർ വന്ന് ഇവിടെയുള്ള സ്വർണങ്ങളൊക്കെ കൊണ്ടുപോകും. ഒന്ന് സഹായിക്കണേ. ഇത്രയോ ഉള്ളോന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ പങ്ക് ഞാൻ എങ്ങനെയെങ്കിലും വേറെ രീതിയിൽ എത്തിച്ചോളാം. ഹലോ അങ്കിൾ, വീതിച്ചെടുക്കുന്നൊക്കെ അവിടെ നിർത്തിക്കോ. കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്നെ തടയാൻ ആരാ ഉള്ളേ? നീയോ? ഗോൾഡിനെ ഗോൾഡിൽ നിന്നും വേർതിരിക്കാനുള്ള ധൈര്യം ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ല, മനസ്സിലായോ? എന്നിട്ടാണോ വെറും ഒരു കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അല്ല ശിവ, നീ എവിടെയാ പോയിരുന്നേ? ഞാൻ ഈ ട്രെയിൻ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയതാ. ശരിയാണോ? ഈ ഗോൾഡിയെ ഗോൾഡിൽ നിന്നും ഗോൾഡിയെയും ആർക്കും വേർപിരിക്കാനാവില്ല. പക്ഷെ ആ ധൈര്യം ആ കുട്ടി കാണിച്ചിരിക്കുന്നു. ഇനി ഞാൻ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. അതായത് അവൻ ഒരിക്കലും മറക്കില്ല. എന്റെ മൊബൈൽ ഫോണിൽ അതിനുള്ള എല്ലാ പരിപാടികളും ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല. വീനസ് സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ പല സംഭവങ്ങൾ നടന്നിരിക്കുന്നു. അതായത് വീനസ് ഇന്റർനാഷണൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഗോൾഡുകൾ ആരോ മോഷണം നടത്താൻ ശ്രമിച്ചതായി വിവരം ലഭിച്ചു. ഓഹോ ശിവ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മളെല്ലാവരും ഇവിടെ കുറച്ചു ദിവസം സമാധാനമായിരിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നേ. നിങ്ങൾ എത്ര വേണമെങ്കിലും തിന്നും കുടിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞു. പക്ഷെ കള്ളനെയും കൊള്ളക്കാരെയും പിടിക്കാൻ പോണെന്നൊന്നും പറഞ്ഞ് പുലിവാലുണ്ടാക്കരുത്. ലഡ്ഡു സിംഗ് ഇല്ലാത്തത് എത്ര നന്നായി. ഓക്കെ മുത്തശ്ശി, ഇനി എന്നും ഞാൻ ഈ കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഞങ്ങൾ എല്ലാരും കൂടി പുറത്ത് കളിക്കാൻ പൊക്കോട്ടെ. തീർച്ചയായും പൊക്കോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ആ കോച്ചിൽ നിന്നും ഒരു കുട്ടിയുടെ ഫോട്ടോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഒരു അജ്ഞാത വ്യക്തി തെളിവ് സഹിതം ഈ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നു. നിങ്ങൾ കണ്ടോളൂ. നോക്കൂ, ഈ കാണുന്ന ചെറിയ കുട്ടി. ശിവ, ഞാൻ എന്തൊക്കെയായി കാണുന്നേ? നിന്റെ ഫോട്ടോ എങ്ങനെയാ മോനെ ടിവിയിൽ വന്നത്? എന്തായാലും ആ ലഡ്ഡു സിംഗ് ഇവിടെ ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ അയാൾ ഇപ്പൊ വന്ന് ശിവയെ കൊണ്ടുപോയത്. ഓ
പേര് പറഞ്ഞില്ല അപ്പോഴേക്കും വന്നു വീണു. ഒരു 2 ദിവസം സമാധാനമായിരിക്കാന്നും കരുതിയ വീന സിറ്റിയിലേക്ക് വന്നത്. ഇനി ഇവിടെ ആ വേദാ സിറ്റിയെ പോലെ ആക്കണം തനിക്ക്. അല്ല മുത്തശ്ശി, അല്ല 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 അല്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്ന. ശിവ നീ വേഗം എന്നോടൊപ്പം ഒന്ന് വന്നേ. മേജർ നായക് സാറ് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. എല്ലായിടത്തും ന്യൂസ് പോയിരിക്കുന്നത് നീയും കള്ളന്മാരോടൊപ്പം കൂടിയിട്ടുണ്ടെന്നാണ്. ലഡ്ഡു സിംഗ്, നീ പറയുന്നത് എന്താന്ന് നിനക്കറിയാമോ? ഞാനൊന്നും ചെയ്തില്ല. എന്താ ഇത്? എന്റെ ശിവ, എന്തുമാത്രം കള്ളന്മാരെയാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് താനിപ്പോ കള്ളന്മാരുടെ സൈഡിൽ നിൽക്കണെന്നാണോ പറയുന്നത്? എങ്ങനെ പറയാൻ തോന്നുന്നു തനിക്ക്? നിന്റെ കഴിവിനെ കുറിച്ച് നീ ആരോടൊന്നും മിണ്ടി പോകരുത് ശിവ. ചെന്നിട്ട് അയാളോട് കാര്യം പറഞ്ഞിട്ട് നീ വേഗം തിരിച്ചു വരണം. ശിവയുടെ മുത്തശ്ശി കുറച്ച് ശാന്തമായിട്ടിരിക്കൂ. ശിവയുടെ ഫോട്ടോ ആർക്ക് വേണമെങ്കിലും ഇടാവുന്നതല്ലേ? വരൂ ലഡു സിംഗ് സർ. ശിവ, ഗോൾഡ് ബിസ്ക്കറ്റ് വരുന്ന കൊച്ചിൽ നീ എന്തിനാണ് പോയത്? എനിക്കൊരു സത്യം അറിയണം. ശിവ, ടെൽ മീ സംതിങ്, അല്ലെങ്കിൽ നിനക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. എന്റെ സാറേ, ഈ ശിവനെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത്രയും നല്ല ഓമനത്വമുള്ള നിഷ്കളങ്കമായ ഈ ഒരു കൊച്ചു കുട്ടിയാണോ കള്ളന്മാരുടെ ഒപ്പം നിൽക്കാൻ പോകുന്നത്? ശിവ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എല്ലാ സത്യങ്ങളും സാറിനോട് പറഞ്ഞേക്ക്. എന്റെ സാറേ, നടന്ന കാര്യം എന്താണെന്ന് ഞാൻ തുറന്നു പറയാം. ശിവ ട്രെയിനിന്റെ വാതിക്കൽ ഇങ്ങനെ നിന്ന് പുറത്തു നോക്കായിരുന്നു. അപ്പോ ഒരുത്തൻ ഏണിക്കൂടി കയറി ലാസ്റ്റുള്ള കോച്ചിൽ പോവുകയായിരുന്നു. അപ്പോ അയാൾ പോകുന്ന വഴിക്ക് ശിവയെ കണ്ടു. ശിവ തന്നെ കണ്ടു എന്നുള്ള ഇതിൽ അയാൾ ശിവയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ശിവ ഓടുന്ന ട്രെയിനിൽ കിടന്ന് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഓടുന്ന ട്രെയിനിലായതുകൊണ്ട് ആരും അത് കേട്ടില്ല സാറേ. ശിവയും കൊണ്ടുപോയ കള്ളൻ ലാസ്റ്റ് കോച്ചിലെത്തിയപ്പോൾ അവിടെ ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഗാർഡ്സിനെ കണ്ടത് ശിവയെ അവിടെ ഇട്ടിട്ട് അയാൾ ഓട്ടോ ഓടി സാറേ. അങ്ങനെയാണ് ശിവയുടെ ഫോട്ടോ മീഡിയയിലൊക്കെ വന്നത് സാറേ. ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ഈ കാര്യം ശരിയായിരിക്കാം. ശിവ, ഐ ആം വെരി സോറി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ഗുണ്ടയെ തിരിച്ചറിയാൻ പറ്റുമോ? പറയൂ ശിവ. തീർച്ചയായും സർ, ഞാൻ അയാളുടെ ഫോട്ടോ വേണമെങ്കിൽ സാറിന് വരച്ചു തരാം. ശരി, എന്നാ വേഗം വരയ്ക്കൂ. ആ, ഇത് ഗോൾഡ് ദി റോബറിന്റെ ഫോട്ടോ ആണല്ലോ. ഇവന് ഗോൾഡ് എന്ന് വെച്ച ഭ്രാന്താണ്. എവിടെ ഗോൾഡ് ഉണ്ടെന്ന് കേട്ടാൽ ഉടനെ അന്നേരം ഉടൻ തന്നെ മോഷ്ടിക്കാനായിട്ട് അവൻ അവിടെ എത്തും. എങ്ങനെയുണ്ട്? ആ കുട്ടിയെ ഞാൻ എങ്ങനെയോ വലയിലാക്കിയില്ലേ? ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ട്രെയിനിലുണ്ടായിരുന്ന ഗോൾഡ് മോഷണത്തിന്റെ വാർത്തയിൽ മീഡിയയിൽ കാണിച്ച ഞങ്ങൾക്ക് ലഭിച്ച ആ ഫോട്ടോ, ആ കുട്ടിയുടെ പേരാണ് ശിവ. അവൻ ഈ കേസ് വഴിത്തിരിവാക്കി മാറ്റിയിരിക്കുകയാണ്. ശിവ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഒരു മനുഷ്യൻ ഹെലികോപ്റ്ററിൽ തൂങ്ങി വന്നു അത്രേ. അവൻ ശിവയെ നിർബന്ധമായി പിടിച്ച് ട്രെയിനിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്രേ. ഗോൾഡ് മോഷ്ടിക്കാൻ ശ്രമിച്ച ആ കള്ളനെ തടഞ്ഞ ശിവയെ അയാൾ മനഃപൂർവ്വം. ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ലല്ലോ. ഇത്രയും വലിയ വഴിത്തിരിവോ? ശിവയെ ബന്ധിതനാക്കി ഫോട്ടോയും എടുത്തു. അയാളുടെ ഫോട്ടോ ശിവ വരച്ചു തന്നിരിക്കുന്നു. എന്റെ അമ്മോ, അത് എന്റെ ഫോട്ടോ ആണല്ലോ. അവൻ എന്നെ ശരിക്കും കുടിക്കല്ലോ. ആരും അറിയരുതെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. ഇപ്പൊ അവൻ എന്റെ പ്ലാൻ എല്ലാം നശിപ്പിച്ച് ഇപ്പൊ എന്നെ തന്നെ കാണിച്ചു കൊടുത്തല്ലോ മീഡിയക്ക്. ഇനിയിപ്പോ എന്തോ ചെയ്യും? എല്ലാ പ്രശ്നങ്ങളും തലതിരിച്ചല്ലോ. ഈ ഗോൾഡിയുടെ വിജയം ഈ ഗോൾഡിക്ക് മാത്രമേ ലഭിക്കൂ. അറിയോ, ഇനി അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാത്ത വിധം ഞാൻ അവനെ കുടുക്കിയിരിക്കും. നോക്കിക്കോ. ആഹാ, ആദി, നീ ഇൻസ്പെക്ടർ സാറിന്റെ മുമ്പില് ഭയങ്കര നന്നായിട്ടാണല്ലോ അഭിനയിച്ചത്. ശിവയ്ക്കൊന്നും പറയേണ്ടി വന്നില്ലല്ലോ. ഇൻസ്പെക്ടർ സാർ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും ചെയ്തു. ഓ, താങ്ക് യു ആദി. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് എന്തായാലും നീ കാരണം ഞാൻ രക്ഷപ്പെടുത്തി. ശിവ, കൂട്ടുകാരില് നോ താങ്ക്സ് നോ സോറി. ഫ്രണ്ട്സ്, ഗോൾഡ് വീനസ് സിറ്റി ഇന്റർനാഷണൽ ബാങ്കിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയത്. ആ ഗോൾഡ് മോഷ്ടിക്കാൻ വന്നവൻ ഒരു സൂത്രപ്പണിയാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഐ എം ഷുവർ അവൻ വീണ്ടും ആ ഗോൾഡ് മോഷ്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും എത്താതിരിക്കില്ല. നമ്മൾ തീർച്ചയായിട്ടും വീനസ് സിറ്റി ഇന്റർനാഷണൽ ബാങ്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരാണത്? ഇപ്പാരാ ഇവിടെ വന്നേ? ഇതാരെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുന്നത്? നീയോ? നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? അങ്കിൾ, നിങ്ങളെ ഒന്ന് കണ്ട് വിവരം അന്വേഷിക്കാൻ ഈ വന്നതാ. കുട്ടിയെ ഒരിക്കലും വിശ്വസിക്കരുത്. വാ, ഓടിക്കോ, വേഗം സ്ഥലം വിട്. ഈ
ഗോൾഡിയെ ഗോൾഡിൽ നിന്നും ഗോൾഡിയെയും ആർക്കും വേർപിരിക്കാനാവില്ല. മനസ്സിലായോ? ആ വരൂ മോനെ. ഇനി കണ്ടോ ആ ശിവ എങ്ങനെയാണ് കുടുങ്ങാൻ പോകുന്നത്. എടാ നീ വേഞ്ചെന്നാ മാസ്ക് എടുത്തിട്ടെ. സമയങ്ങളല്ലേ വേഞ്ചല്ലേ. എങ്ങനെയുണ്ട്? വേഗം ഇവിടെയുള്ള സ്വർണ്ണങ്ങളൊക്കെ എടുത്തോ. കുറ്റം മുഴുവനും ഗോൾഡ് ദി റോബറിന്റെ പുറത്താവും. എന്നെ ആരും സംശയിക്കില്ല. എല്ലാ കുറ്റവും അയലിൽ തന്നെ ചുമത്തും. എടുക്കൂ, എല്ലാ സ്വർണ്ണം എടുക്കൂ. ഒരെണ്ണം പോലും ബാക്കി വെക്കരുത്. മോഷ്ടിച്ച സാധനങ്ങളുമായിട്ട് എങ്ങോട്ടാ ഓടി പോകുന്നത് അങ്കിൾ? കുട്ടി, ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ വരുന്നത് നല്ലതിനല്ല. കേട്ടല്ലോ പറഞ്ഞത്. വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക് കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ബാങ്കിലുള്ള ട്രഷറിയിൽ നിന്നും ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാണ് ഈ ബൈക്കിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്? ഇതിലെന്തോ മറിമായുണ്ടല്ലോ. രേവ, നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ അയച്ചിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് ദൂരെ പോയാൽ ഗോൾഡ് റോബർ അവിടുന്ന് എല്ലാം എടുത്തോണ്ട് പോകും. ലെറ്റ്സ് ഗോ. യു ആർ കറക്റ്റ് ശിവ. ആ ശിവ പുറകെ നോക്ക്. വേഗം വണ്ടി എടുക്കണോ. ഓ, അവരിവിടുന്ന് കടന്നു കളഞ്ഞല്ലോ. ശിവ, ഓ, എന്തായി മുത്തശ്ശി? ഇത് കണ്ടില്ലേ? ഇപ്പൊ നിന്റെ ഫോട്ടോയല്ല വരുന്നത്, റെക്കോർഡിംഗ് ചെയ്ത സംഭവോ. എന്റെ മോനെ, ഞാൻ എന്തൊക്കെയാ ഈ കാണുന്നത്? ഓഹോ, ശിവ, എന്താണത്? പറയൂ, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എനിക്ക് എന്റെ കണ്ണുകൾ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നോ 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 നോ. ലഡ്ഡു സിംഗേ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? 24 മണിക്കൂർ എന്റെ മോന്റെ പുറകെ നിങ്ങൾ കിടന്ന് കറങ്ങുന്നത്. എന്നിട്ട് എന്റെ ശിവയെ നിങ്ങൾ സംശയിക്കുന്നോ? ചെന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്ക്. എന്നിട്ട് ശരിക്കുള്ള കള്ളനെ പിടിക്കാൻ നോക്ക്. ലഡു സിംഗ് സാറേ, എന്റെ കൂടെ ഒന്ന് വരൂ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. ശിവ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് എത്ര തവണയാ പറയുന്നത്? എന്റെ വാക്ക് നീ ഒരിക്കൽ പോലും കേൾക്കുന്നില്ലല്ലോ. അവിടെ നിൽക്കേ. മര്യാദയ്ക്ക് നിയമത്തിൽ കീഴടങ്ങുന്നതാണ് നല്ലത്. നീ മോഷ്ടിക്കുന്നത് എല്ലാവരും കണ്ടിരിക്കുന്നു. ഇല്ല, ഇത് കള്ളത്തരമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് കളിച്ച എങ്ങനെ ഇരിക്കും?
നമ്മുടെ ട്രക്കിനെ കടത്താനുള്ള ഏറ്റവും പറ്റിയ സമയം ഇതാണ്. വേഗം ആവട്ടെ. ശിവാ, ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. നീ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം ഞങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഗോൾഡിയെ ഗോൾഡിൽ നിന്നും വേർപിരിക്കാനായിരുന്നു ശിവ ശ്രമിച്ചത്. എടാ ഒന്ന് ട്രക്ക് നിർത്തിക്കടാ. ഇത്രയും കൂടുതൽ പോലീസുകാർ വളഞ്ഞു നിൽക്കുമ്പോ അവൻ എങ്ങനെ രക്ഷപ്പെടുന്നു കാണട്ടെ. ഈ ടവലങ്ങ് കെട്ടിയേക്കാം. പിന്നെ ആരും മനസ്സിലാക്കില്ലല്ലോ. ഈ പോലീസ് അങ്കിൾ കുറെ ഫോഴ്സുമായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഓ, ഇനി എങ്ങനെയാ പുറത്തേക്ക് പോവാ? ഓഹോ, ഈ അങ്കിളും എത്തിക്കഴിഞ്ഞല്ലോ. ശരി, ഇയാൾക്ക് നല്ല പണി കൊടുക്കണം. യെസ്, ഇത് കൊള്ളാം. കിളി സ്വയം കൂട്ടിനകത്ത് കയറിയതുപോലെ. ഇനി ശിവ ഒരിക്കലും രക്ഷപ്പെടില്ല. ആ, രക്ഷപ്പെടാന് നേരെ ജയിലിലേക്കല്ലേ പോകാൻ പോകുന്നത്? നീ ഇവിടെയാണെങ്കിൽ പിന്നെ അവിടെ ആരാണത്? വണ്ടി എടുക്ക്, വേഗം വണ്ടി എടുക്കാൻ. അല്ല, ഇതെന്റെ സൈക്കിൾ മാത്രം തന്നെയാ വരുന്നത്. ആ ശിവ എവിടെ? ശിവ, ഈ ഗോൾഡിയെ ഗോൾഡിൽ നിന്നും ആർക്കും വേർതിരിക്കാനാവില്ല. അങ്കിൾ, മര്യാദയ്ക്ക് അഭിനയിക്കുന്നത് നിർത്തിയിട്ട് സത്യം പറയാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വേണ്ട 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 വേണ്ട, ഇത് എന്റെ പ്ലാൻ തന്നെയാണ്. ഞാനാണ് തെറ്റുകാരൻ. ശിവ, ഐ ആം പ്രൗഡ് ഓഫ് യു. ഈ കള്ളനെ മാത്രം പിടികൂടുകയല്ലാതെ മോഷണം പോയ സർവാഭരണങ്ങൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ശിവ. ശിവയെ പോലൊരു ധീരനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? അല്ലെങ്കിലും അവൻ ആരെ ശിഷ്യനാണെന്ന് അറിയില്ലേ? ഐ, ഈ എന്റെ Watch India's largest kids library only on Jio Hotstar. Download the app now.